ഇന്ന് നമുക്ക് വളരെ രുചികരമായിട്ടും എളുപ്പത്തിലും നല്ലൊരു മോരുകറി തയ്യാറാക്കാം. മോരുകറിയുടെ രുചി കൂട്ടുന്നതിനായിട്ട് ഇതിലേക്ക് കുമ്പളങ്ങ കഷ്ണങ്ങളും കൂടി ചേർത്തിട്ടാണ് കറി തയ്യാറാക്കി എടുക്കുന്നതും. ഇനി നമുക്ക് കറി തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് കഷ്ണങ്ങളാക്കിയ കുമ്പളങ്ങ ഒരു മൺചട്ടിയിലേക്ക് മാറ്റിയിട്ട് വെന്ത് വരാൻ ആവശ്യമായ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തൊന്ന് വേവിച്ചെടുക്കാം. കഷ്ണങ്ങൾ വേവിക്കുമ്പോൾ ഇതിലേക്ക് ഉപ്പും പച്ചമുളകും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് വേണം വേവിച്ചെടുക്കാനായിട്ടും. ഇനി കഷ്ണങ്ങൾ വെന്ത് വരുന്ന സമയം കൊണ്ട് ഇതിലേക്ക് നാളികേര കൂട്ടൊന്ന് അരച്ചെടുക്കാം. അരമുറി നാളികേരം തിരുമ്മി എടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 2 പച്ചമുളകും 3 അല്ലി വെളുത്തുള്ളിയും 2 കൊച്ചുള്ളിയും 1 നുള്ളു നല്ല ജീരകവും ഇനി 1/2 ലിറ്റർ തൈരും കൂടി ചേർത്ത് നല്ല വെണ്ണ പോലെ ഒന്ന് അരച്ചെടുക്കാം. കഷ്ണങ്ങൾ നല്ലപോലെ തിളച്ചു തുടങ്ങിയാൽ ഇതിലേക്ക് മോരുകറിക്ക് പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നതിനായിട്ട് 1 നുള്ളു കായപ്പൊടി ചേർക്കാം. കായപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നാളികേരം അരച്ചത് കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി കറി തിളപ്പിക്കാതെ തന്നെ നമുക്കൊന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതിയാകും. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഒരു താളിപ്പ് കൂടെ ചേർക്കണം. ഇനി ഒരു താളിപ്പ് ചട്ടിയിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയും കൂടെ തന്നെ 1/4 ടീസ്പൂൺ അളവിലെ ഉലുവയും കടുകൊക്കെ പൊട്ടി വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് കൊച്ചുള്ളി ചേർക്കാം. കൊച്ചുള്ളിയും മൂത്ത് വരുമ്പോൾ വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മൊരിയിച്ചതിന് ശേഷം തയ്യാറാക്കി വെച്ചിരിക്കുന്ന മോര് കറിയിലേക്കാണ് ഈ ഒരു താളിപ്പ് ചേർക്കേണ്ടത്. അതിനുശേഷം ചട്ടി ഒന്ന് മൂടി വെച്ച് കറി തണുത്ത് വരുമ്പോൾ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റുന്നതാണ്. അങ്ങനെ നമ്മുടെ കുമ്പളങ്ങ മോര് കറി ഇവിടെ റെഡിയാണ്. വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടെങ്കിൽ എല്ലാവരും വീടുകളിൽ ട്രൈ ചെയ്ത് നോക്കണേ.